പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഒരുവന് തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു, വേറൊരുവന് തൻ്റെ കരവേലയ്ക്ക് തക്ക പ്രതിഫലം കിട്ടുന്നു. ഭോഷൻ്റെ ദൃഷ്ടിയിൽ തൻ്റെ പ്രവൃത്തി ഉത്തമമാണ്, വിവേകി ഉപദേശം തേടുന്നു. വിശുദ്ധ അന്തോണീസ് വാക്കുകളുടെ ഉപയോഗത്തെക്കുറിച്ച് തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞുവച്ച വാചകം ഇപ്രകാരമായിരുന്നു: ചിലപ്പോഴൊക്കെ സംസാരിച്ചതിൽ ഞാൻ ഖേദിക്കാറുണ്ട്, എന്നാൽ മൗനം പാലിച്ചതിൽ ഞാൻ ഒരിക്കലും ഖേദിച്ചിട്ടില്ല. അതുകൊണ്ട് നാവിനേക്കാൾ ഉപരിയായി കാതുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒന്ന് ആലോചിച്ചാൽ ഏതൊരു പ്രശ്നത്തിൻ്റെയും പിണക്കത്തിൻ്റെയും തുടക്കം ചില വാക്കുകളിൽ നിന്നാണ്. കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും തൊഴിൽ ഇടങ്ങളിലും വരെ നാവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് എത്രയോ ബന്ധങ്ങളാണ് തകർന്നിട്ടുള്ളത്. ഇന്ന് തിരുവചനത്തിലൂടെ ഈശോ നമ്മളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുവന് തൻ്റെ നല്ല വാക്കുകൾ കൊണ്ട് പ്രതിഫലമായി ലഭിക്കുക നന്മകളാണ്. ചില സന്ദർഭങ്ങളിൽ പരസ്പരം വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒന്ന് പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുള്ളപ്പോൾ അല്പമൊന്ന് മൗനം പാലിക്കാൻ നമുക്ക് സാധിച്ചാൽ പിന്നീട് അതിനെ പ്രതി നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. പലരും ദേഷ്യം കൊണ്ട് പറയുന്ന വാക്കുകളെ പ്രതിയാണ് ദുഃഖിച്ചിട്ടുള്ളത്. ദേഷ്യം ഉള്ളപ്പോഴും മൗനം പാലിക്കാനും ക്ഷമിക്കുവാനും സാധിക്കുമ്പോൾ തിരുവചനം പറയുന്നത് പോലെ നമുക്ക് ദൈവിക നന്മകൾ പ്രതിഫലമായി ലഭിക്കും. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ സ്നേഹപൂർവ്വം സ്പർശിക്കുമ്പോഴാണ് അവിടെ നമുക്ക് പ്രതിഫലത്തിന് വകയുള്ളത്. ഈശോയുടെ വാക്കുകൾ നമ്മളെ ഇപ്പോഴും സ്പർശിക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് അവ നമ്മളെ സ്പർശിക്കുക. ഒരു ഇടവക പള്ളിയുടെ സെമിത്തേരിയിൽ ആരൊക്കെയോ ഒരു കല്ലറയിൽ ഇപ്രകാരം ഒരു വാചകം എഴുതി വച്ചു: റിട്ടേൺഡ് അൺടച്ച്ഡ്. ആരെയും സ്പർശിക്കാതെ കടന്നുപോയ ഒരാൾ ഈ കല്ലറയിൽ ഉറങ്ങുന്നു. നമ്മുടെ ഈ കൊച്ചു ജീവിതം കൊണ്ട് ആരുടെയെങ്കിലും ഹൃദയത്തെ സ്നേഹം കൊണ്ട് ഒന്ന് സ്പർശിക്കുവാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നിറയുന്നത്. ഈ നന്മകൾക്കായി നമുക്കും ആഗ്രഹിക്കാം. നമ്മുടെ വാക്കുകളും ഈശോയുടെ വചനങ്ങൾ പോലെ സ്നേഹം നിറഞ്ഞതായി മാറട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.